ദൈവം ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറയും. സജി പാസ്റ്റർ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര നിരീശ്വരവാദിയും യുക്തിവാദിയൊക്കെ ആയിരുന്നു. യുക്തിവാദി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നോട് പറയണത്, എൻ്റെ പേര് തമ്പി എന്നാണ്. ഞങ്ങൾ ഇപ്പോൾ എൻ്റെ കൂടെ ആരെങ്കിലും സഞ്ചരിക്കണമെങ്കിൽ എവിടെയെങ്കിലും ഒരു വിഗ്രഹത്തെ ആരാധിക്കണം കണ്ടു കഴിഞ്ഞാൽ അവർ ചോദിക്കണം, തമ്പി അത് എടുത്ത് പറിച്ചു മാറ്റി കളയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിസ്സാരമായിട്ട് എടുത്ത് കളയാവുന്നുള്ളൊരു മനസ്സുള്ളൊരു മനുഷ്യനായിരുന്നു. ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇന്നൊക്കെ അതിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നുകൊണ്ട് ഞാൻ എൻ്റെ ജീവിത പങ്കാളികളുടെ ഇതിൽ വഴിയെ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരത്തി ഈ പ്രാർത്ഥനയിലേക്ക് കടന്നു വന്നു. ആദ്യമൊക്കെ ഞാൻ പുള്ളിക്കാരത്തി കുറ്റം പറയുമായിരുന്നു. പക്ഷേ പുള്ളിക്കാരത്തി പ്രാർത്ഥിക്കുമ്പോൾ ഓരോരുത്തടത്ത് പറയുന്ന പ്രാർത്ഥനയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായി തെളിഞ്ഞു വന്ന് അവർ സാക്ഷ്യം പറയാനും വീട്ടിലേക്ക് വന്നതിൻ്റെ ഫലമായിട്ട് ഞാനും പുള്ളിക്കാരത്തിയെ അനുഗമിച്ചു തുടങ്ങി എന്നുള്ളതാണ് സത്യം. പക്ഷേ അന്ധവിശ്വാസത്തിന് ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനമില്ല. ഞങ്ങൾ അമ്പലത്തിൽ പോകില്ല, പള്ളിയിലും പോകാറില്ല. ഇതാണ് സത്യമായ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവാണത്. ഇന്ന് യേശുവിനെ അറിഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ട് മാറ്റങ്ങൾ കടന്നു വന്ന് അതിൻ്റെ ഒരു മനസ്സംതൃപ്തി ഞങ്ങളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്വത്രം നന്ദിയോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര വലുതായ ദൈവമേ, അങ്ങയ്ക്കു ഞാനെന്നും പൈതൽ. ഞാനെത്ര വലുതായാൽ ദൈവമേ, അങ്ങയ്ക്കു ഞാനെന്നും പൈതൽ. പ്രൈസ് ദി ലോർഡ്. ഇദ്ദേഹത്തിൻ്റെ വലിയ ഒരു സാക്ഷ്യം നിങ്ങൾ കേട്ടു. നിസ്സാരമായിട്ട് പറഞ്ഞു വിടാനുള്ളതല്ല. നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ പരിണാമ സിദ്ധാന്ത പ്രകാരം കുരങ്ങിന് വാല് പോകുന്നതോ കൊമളയിലൂടെയൊക്കെയാണ് മനുഷ്യരുണ്ടായതെന്നാണ് പറയുന്നത്. ദൈവ സൃഷ്ടിക്ക് പോലും വിരോധിയായിരുന്നു തമ്പി ബ്രദർ. അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, വളരെ രഹസ്യമായ ഒരു വാക്ക് വെളിപ്പെട്ടു. എൻ്റെ ഭാര്യ നിമിത്തമാണ് എനിക്ക് യേശുവിൽ വരാൻ സാധിച്ചതെന്ന് തമ്പി ബ്രദർ എടുത്തു പറഞ്ഞു. അത് പത്രോസിൻ്റെ ലേഖനത്തിലുണ്ട്, 3-ാം അധ്യായം, 1 പത്രോസ് 3-ാം അധ്യായത്തിലുണ്ട്. സൽപ്രവൃത്തി കൊണ്ട്, വചനത്താൽ അല്ലെങ്കിൽ സൽപ്രവൃത്തി കൊണ്ട് ഭർത്താവിനെ നേടണമെന്ന്. ഇദ്ദേഹം വചനം കൊണ്ടും സൽപ്രവൃത്തി കൊണ്ടും ഭാര്യയ്ക്ക് ഭർത്താവിനെ നേടാൻ സാധിച്ചു. ആ സഹോദരിയിൽ ദൈവവചനം വന്നപ്പോൾ, ആ സഹോദരി ദൈവകൃപ വന്നപ്പോൾ അത് ഭർത്താവിലും ആകുവാൻ ഇടവരികയും അദ്ദേഹവും ആ ഒരു സ്റ്റേജിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ആ ജീവിത സ്റ്റൈലിൽ നിന്ന് യേശുവിലേക്ക് മാറുവാനും പ്രാർത്ഥിക്കുവാനും ദൈവവചനം കേൾക്കുവാനും ആ സഹോദരിയോട് കൂടി ഒന്നിച്ച് ശുശ്രൂഷ ചെയ്യുവാനും കാരണമായി തീർന്നത് ഈ ദൈവത്തിൻ്റെ വചനം സ്ഥിരീകരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ദൈവവചനം ചർച്ച ചെയ്യപ്പെടുന്നിടത്ത് പോകണം, നിർബന്ധമാണ്. ദൈവവചനം വായിക്കണം, നിർബന്ധമാണ്. ദൈവവചനം പഠിക്കണം, നിർബന്ധമാണ്. തിരുവെഴുത്തുകളും ദൈവശക്തിയും അറിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം വായിക്കണം, ദൈവത്തിൻ്റെ വചനം പഠിക്കണം. അത് അറിയുന്നില്ലെങ്കിൽ, അത് ഗ്രഹിക്കുന്നില്ലെങ്കിൽ, അത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ, അത് പഠിക്കുന്നില്ലെങ്കിൽ ജീവിതത്തിൽ തെറ്റുപറ്റും. നിരീശ്വരവാദി പോലും, നല്ല പാട്ടുകാരനായ അദ്ദേഹത്തിന് പോലും യേശു ദൈവമാണെന്നും രക്ഷകനാണെന്നും തിരിച്ചറിയുവാൻ സാധിച്ചുവെങ്കിൽ നിങ്ങൾക്ക്, ഇത്രമാത്രം നിരീശ്വരവാദി അല്ലാത്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ പാപത്തിൽ നിന്ന്, ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുവാൻ, തിരിച്ചു വരുവാൻ സമയമുണ്ട്. യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി. യേശു രക്ഷകനാണ്, അവനെ വിളിച്ചാൽ മതി. കർത്താവേ, നിന്റെ നാമത്തിൽ നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, നിന്റെ നാമത്തിൽ ബന്ധനമഴിക്കണമേ, ദൈവവചനം കൊണ്ട് നിറയ്ക്കണമേ, എന്നെ പഠിപ്പിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ, യേശു എൻ്റെ കൂടെ ഇരിക്കണമേ എന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിച്ചാൽ, നീ വചനം കേട്ടാൽ, നീ ദൈവത്തെ സ്തുതിച്ചാൽ, മണിക്കൂറോളം തമ്പിവർ പ്രാർത്ഥിക്കും, മണിക്കൂറോളം രാജാമണി സിസ്റ്റർ പ്രാർത്ഥിക്കും. യേശു കൂടെ ഉണ്ടെങ്കിൽ
യേശുവിൻ്റെ കാലഘട്ടം അങ്ങനെയായിരുന്നു. മണിക്കൂറോളം പ്രാർത്ഥിക്കുമായിരുന്നു. മലയിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു, ഇടപെടാതെ പ്രാർത്ഥിക്കുമായിരുന്നു, രക്തമുയർത്ത് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന വലിയ മുതൽക്കൂട്ടായിരുന്നു. ദൈവവചനം കേൾക്കൽ വലിയ മുതൽക്കൂട്ടാണ്. ദൈവവചനം ഗ്രഹിക്കൽ, തിരുവെഴുത്തുകൾ പൊരുൾ തിരിച്ച് മനസ്സിലാക്കുവാണെങ്കിൽ തെറ്റുപറ്റുകയില്ല. യേശു കൂടെ ഉണ്ടെങ്കിൽ തെറ്റുപറ്റുകയില്ല. യേശു എൻ്റെ കൂടെയും തമ്പിവറിൻ്റെ കൂടെയും നമ്മുടെ ഓരോരുത്തരും കൂടെ ഉള്ളത് കൊണ്ട് നമ്മളെല്ലാം കർത്താവ് വളർത്തുകയാണ്, ഉയർത്തുകയാണ്. നമ്മളെ അനുഗ്രഹിച്ച ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകുമാറാണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ.